ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിലമ്പൂരിൽ പൂർത്തിയാക്കിയത് 5971 വീടുകൾ. 2614 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അങ്ങനെ ഈ മണ്ഡലത്തിലെ 8585 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീട്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നിലമ്പൂരും അതിവേഗം കുതിക്കുകയാണ്. ലൈഫ് പദ്ധതിയെ തകർക്കാനും അട്ടിമറിക്കാനും ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് നിലമ്പൂരിലെ ഈ വീടുകളും. ആത്മാഭിമാനത്തോടെ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള ഓരോ പൗരന്റെയും ജീവിതാഭിലാഷമാണ് LDF സർക്കാർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ കണക്ക് തന്നെ നോക്കൂ. ഓരോ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും കണക്കിത തുറന്ന പുസ്തകമായി നമുക്ക് മുന്നിൽ. പട്ടികയിത തദ്ദേശ സ്ഥാപനം അനുവദിച്ച വീടുകൾ പൂർത്തിയായത്, നിർമ്മാണത്തിൽ എന്നീ ക്രമത്തിൽ അവ വായിക്കാം. അമരമ്പലം അനുവദിച്ച വീടുകൾ 1076, പൂർത്തിയായത് 757, നിർമ്മാണത്തിലുള്ളത് 319. ചുങ്കത്തറ അനുവദിച്ച വീടുകൾ 1052 എണ്ണം, പൂർത്തിയായത് 725, നിർമ്മാണത്തിലിരിക്കുന്നത് 327. എടക്കര അനുവദിച്ച വീടുകൾ 1088, പൂർത്തിയായത് 700, നിർമ്മാണത്തിലുള്ളത് 388 വീടുകൾ. കരുളായി അനുവദിച്ച വീടുകൾ 849, പൂർത്തിയായത് 570, നിർമ്മാണത്തിൽ 279. മൂത്തേടം അനുവദിച്ച വീടുകൾ 1039, പൂർത്തിയായത് 689, നിർമ്മാണത്തിലുള്ളത് 350. നിലമ്പൂർ അനുവദിച്ച വീടുകൾ 980, പൂർത്തിയായത് 765, നിർമ്മാണത്തിലുള്ളത് 215. പോത്തുകൽ അനുവദിച്ച വീടുകൾ 959, പൂർത്തിയായത് 750, നിർമ്മാണത്തിൽ 209. വഴിക്കടവ് അനുവദിച്ച വീടുകൾ 1542, പൂർത്തിയായത് 1015, നിർമ്മാണത്തിൽ 527. ഇടതുപക്ഷത്തിന്റെ ഈ ചേർത്തുപിടിക്കലിന് ഒപ്പമല്ലേ നിലമ്പൂരും നിൽക്കേണ്ടത്?